ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം വൈകുന്നേരം എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാനും മറക്കണ്ട കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പം വരുള്ളൂ. എന്നാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അധികം അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞായറാഴ്ച ദിവസം കുറച്ച് നെയ്ച്ചോറും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ. പരിപ്പ് ചാറ് എന്ന് പറയുമ്പോൾ കായ്ച്ചാറ് കേട്ടോ, അതാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടൊന്നുമില്ല, നമ്മുടെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ കായ്ച്ചാറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരൻ്റെ ഒരു സ്പെഷ്യലാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ കിട്ടുന്നൊരു കറിയാണ് കേട്ടോ ഇത്. ചിക്കൻ കറി ഇല്ലെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ സുഖമായിട്ട് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ കുമ്പളങ്ങ, എല്ലാ പച്ചക്കറികളും പരമാവധി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാനിതാ ആദ്യം തന്നെ കുറച്ച് കടലപ്പരിപ്പും തോരപ്പരിപ്പും നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് വേവിക്കാം കേട്ടോ. പരിപ്പ് വേവിക്കാനിടുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു കറിക്ക് ഒന്ന് താളിക്കുകയാണ്. താളിക്കുന്നത് നമ്മളിതാ കുക്കറിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചു കുറച്ച് നല്ല ജീരകം, പെരുംജീരകം, പിന്നെ വന്നിട്ട് 2 കഷ്ണം കറുകപ്പട്ട, 2 ഗ്രാമ്പു, 2-3 ഏലക്കായ, ഇച്ചിരി ഉലുവ കേട്ടോ. ഇത് 3 ഇട്ടിട്ട് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ കുമ്പളങ്ങ ഇടുകയാണ് കേട്ടോ. കുമ്പളങ്ങ നമ്മൾ ഈ ഒരു എണ്ണയിൽ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. കുമ്പളങ്ങ മാത്രമല്ല, ആദ്യം കുമ്പളങ്ങ ഇട്ട് മൂപ്പിക്കുക, അതിന് ശേഷം ഓരോരോ പച്ചക്കറികളായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ വഴുതനങ്ങയും മുരിങ്ങക്കായും മാത്രം അവസാനമേ ചേർക്കണുള്ളൂ. ഇതൊക്കെ വെന്ത് വന്നതിന് ശേഷമേ ചേർക്കണുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി, തക്കാളി, പിന്നെ വാഴയ്ക്ക, ഇതെല്ലാം നമുക്ക് ഇതിലിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി, അതായത് കായ്ച്ചാറ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട കഷ്ണം എന്ന് പറയുന്നത് കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, വഴുതനങ്ങ, വാഴയ്ക്ക, മുരിങ്ങക്കായ, പിന്നെ മാങ്ങ, പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ അതിടാം. അത് ഇപ്പോൾ ഇത് സീസൺ അല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമാങ്ങയ്ക്ക് പകരം പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി കുതിർത്ത് വെച്ചത് പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വതങ്ങിയിട്ടുണ്ട് കേട്ടോ. വതങ്ങുക എന്ന് പറഞ്ഞാൽ വഴറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ കുക്കറിനകത്തിട്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ ഒരു കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം കേട്ടോ. ഒരൊറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മുടെ കഷ്ണങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ ഒരു കായ്ച്ചാറ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ബിരിയാണിക്കൊക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ പാലക്കാട് നെയ്ച്ചോറിനും ഉണ്ടാക്കും, ബിരിയാണി വെക്കുമ്പോഴും ഈ ഒരു കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അതേപോലെ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നെയ്ച്ചോറ്, ഈ ഒരു കറി, പിന്നെ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ വെക്കുന്നത്. പിന്നെ സലാഡ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ ഈ ഒരു രീതി കേട്ടോ. അപ്പോൾ ആ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. ഈ കറി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ കഴിച്ചിട്ടുള്ളവർ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഉപ്പും മുളകൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു കഷ്ണങ്ങൾ വെന്ത് വന്ന പിന്നെയാണ് കേട്ടോ ഞാൻ മുരിങ്ങക്കായും വഴുതനങ്ങയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പും തോരപ്പരിപ്പും ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചത്തേങ്ങ അരച്ചിട്ട് ചേർക്കും കേട്ടോ. പച്ചത്തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞൊന്നും പോകണ്ട, അവിയലിനേക്കാളും കുറച്ചും കൂടെ അരയണം കേട്ടോ, അങ്ങനെ ചേർക്കാം. അങ്ങനെ അടുപ്പത്ത് ഞാനത് വേവിക്കാനായിട്ട് വെച്ച് അവിടെ അമ്മ വിളിച്ചപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരാളിവിടെ സോക്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാനായിട്ട് നോക്കിയതാണ്. പുതിയ സോക്സാണ്, അതിൻ്റെ പണി കഴിച്ചിട്ടുണ്ട്. അയൺ ചെയ്ത് അങ്ങനെ അയൺ ബോക്സിലൊക്കെ ഒട്ടിപ്പിടിച്ചു കേട്ടോ. ചിട്ടിൻ്റെ സോക്സാണ്, അവൾ തന്നെ അയൺ ചെയ്തതാണ്. അപ്പോൾ സോക്സൊക്കെ അയൺ ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, കാരണം അത് മെറ്റീരിയൽ തന്നെ ഒരു മാതിരി ഉള്ളതാണല്ലോ, ഒരു പ്ലാസ്റ്റിക് പോലത്തെയാണ്. പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കും.
അപ്പോൾ അതിങ്ങനെ ഇതാ കണ്ടില്ലേ, നമ്മൾ വിരിച്ചിട്ട് അത് അയൺ ചെയ്തതിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ എന്താ പറയുക, ഉള്ള സോക്സ് കത്തിപ്പോയതിൻ്റെ സങ്കടത്തിൽ ഇത് അവിടെ നിൽക്കുന്നുണ്ട് ചുറ്റി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവളിനെ. അപ്പോൾ അവളങ്ങനെ കരച്ചിൽ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ തന്നെ അയൺ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റും അല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ എന്താ പറയുക, അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ആൾക്കങ്ങനെ അയൺ ചെയ്ത് പരിചയമില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു ജോഡി എന്താണ് സോക്സ് വെറുതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ പെയറുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആൾ ഇത്തിരി പുതിയ സോക്സ് കത്തിപ്പോയത് കൊണ്ട് തന്നെ ഒരു സങ്കടം. അങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ നെയ്യ് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നെയ്യ് നോക്കിയപ്പോൾ ശകലം നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്ത് കുറേ ആയി പാൽപ്പാടിയൊക്കെ ഇട്ട് വെച്ചിട്ട് കുറേ ആയിട്ട്. അപ്പോൾ പാല് വാങ്ങിക്കുന്നില്ല, പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. കവറ് പാലാണ് ഇപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് അങ്ങനെ വാങ്ങിയിട്ട് വരികയാണ്. ചിലപ്പോൾ പാലും വാങ്ങിക്കില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു ഇത് നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നെയ്യ് എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായ്ച്ചാറൊക്കെ ആയിട്ട് അതിന് ശേഷം ഞാൻ അവസാനം നമ്മൾ കടുകൊന്നും പൊട്ടിക്കില്ല. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയൊക്കെ വിതറി എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു കുക്കറിൽ നമ്മുടെ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി. അപ്പോൾ കുക്കർ ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ എൻ്റെ അടുത്ത്. അതുകൊണ്ട് ഞാൻ ആ ഒരു കുക്കറിലാണ് ഞാൻ ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു കുക്കറിൽ നിന്ന് ഞാൻ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിന്ന് കറിയൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ പിറ്റേ ദിവസം എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ്. പുട്ട്, നൂൽപുട്ട്, ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും കേട്ടോ. പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ അങ്ങനെ ഉരുകി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ള കളറിൽ കാണുന്നുണ്ടല്ലോ, ഒരു തരിതരിയായിട്ട്, അത് വേസ്റ്റാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ടൊന്ന് അടിഞ്ഞു കൂടിക്കോളും അവസാനം. എന്നിട്ട് നമുക്ക് അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ എന്തായാലും നെയ്യൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു നെയ്യ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണ മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ ഒരു ഹായ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. സവിത സരവണൻ അവരുടെ മോൾക്ക് വേണ്ടി ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹസീന താത്തയും കുറേ ആയിട്ട് ചോദിക്കണം. അപ്പോൾ ഞാനിതിങ്ങനെ വിട്ട് പോവാണ്, മറന്നു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഞാനിത് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോളൂട്ടി വലിയൊരു ഹായ് ഉണ്ട്. പിന്നെ ഹസീന താത്തയ്ക്കും വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുക്കറിനകത്തായതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് എന്നൊക്കെ പറയാം. പക്ഷേ നമ്മൾ എപ്പോഴും അങ്ങനെ തട്ടിക്കൂട്ടായിട്ട് വെക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് കിട്ടും അല്ലേ. നമ്മൾ എന്താ പറയുക, കുറേ റെസിപ്പികളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കുളമാവാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുക്കറിനകത്ത് സിമ്പിളായിട്ട് വെക്കണം, എപ്പോഴും ഉണ്ടാക്കണ പോലത്തെ നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ. റെസിപ്പി കാണിക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒപ്പം ചിക്കനൊന്നും ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല, ചിക്കനൊന്നും ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപ്പ് ചാറും അച്ചാറും ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിക്കനും ബീഫ് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നല്ല സുഖമായിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് നല്ലൊരു കറിയാണ് കേട്ടോ ഈ ഒരു പരിപ്പ് ചാറ് അല്ലെങ്കിൽ കായച്ചാറ് എന്നൊക്കെ പറയണത്. അങ്ങനെ നമ്മളിതാ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ അങ്ങനെ തുടങ്ങി. നമ്മുടെ ഈ ഒരു താളിപ്പുണ്ടല്ലോ, നെയ്ച്ചോറിന് ആദ്യം ഉള്ളി വഴറ്റലും എല്ലാം കഴിഞ്ഞു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അളന്ന് വെച്ച് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. പിന്നെ നമ്മൾ അരിയൊക്കെ കഴുകി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട്, ഇന്നിപ്പോൾ തൈരും അല്ലെങ്കിൽ ഇത് ചെറുനാരങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീട്ടിൽ എന്തുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല, ഉള്ളത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ, അപ്പോൾ നമ്മൾ വീട്ടിൽ കയ്യിലുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്ത് വെക്കുമ്പോൾ ചിലപ്പോഴൊന്നും അങ്ങനെ ശരിയായിട്ട് കിട്ടില്ല അല്ലേ. ചിലപ്പോൾ സമയമില്ലാത്ത നേരത്തെ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനും നല്ല മണവും കഴിക്കാനൊക്കെ ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഒരു ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയ ഒരു നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കറിൻ്റെ കൂടെ നെയ്ച്ചോറ് തന്നെയാണ് കോമ്പിനേഷൻ ബിരിയാണിനെക്കാളും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉള്ളിയൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഇടണം.
പിന്നെ നമ്മുടെ കറി ഇവിടെ അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കായ്ച്ചാറ്. അപ്പോൾ ഇനി ഉള്ളി വെതറിയതും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ചിക്കനൊന്നും ഇല്ലെങ്കിലും നല്ല കുശാലായിരുന്നു നമ്മുടെ ഒരു ചോറും കറിയും പിന്നെ അച്ചാറുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഞായറാഴ്ച വൈകുന്നേരം അങ്ങനെ കടന്നു പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.